അളിയോ അളിയാ അളിയോ എന്താ അളിയാ? എന്നാ വിളിച്ചേ? എന്താ അളിയാന്ന്? ആരെയാ വിളിച്ചേ? നിങ്ങളെ എന്നെ അളിയാന്നോ? ഏ താനാണോ എന്നെ അളിയാന്ന് വിളിച്ചത്? അല്ലേ ഇയാളല്ലേ ഇങ്ങോട്ട് പോയി അളിയാന്ന് വിളിച്ചേ? ഞാൻ വിളിക്കും, എനിക്ക് വിളിക്കാം. ഞാൻ ആരാന്നറിയാമോ? ആ ഇയാളാരാ? ഞാൻ മൽക്കാട് സാബു. ആ മെക്കാട് സാബു. ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇത് പണിയൊക്കെ കഴിഞ്ഞ ഫ്ലോറാ അത്. മൈക്കാട് സാബു അല്ലെന്ന്, മൽക്കാട് സാബു. വെട്ടേ കൂത്തേ കൊലപാതകം, അതാണ് എന്റെ പ്രൊഫഷൻ. അതായത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഈ വെട്ട കുത്ത കൊലപാതകം എന്ന് പറഞ്ഞില്ലേ, ഇത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഞാൻ ഒരുത്തിന്റെ മുമ്പേ കൊച്ചാകാൻ നിൽക്കാറില്ല, കൊച്ചാകാൻ നിൽക്കാറില്ല. ഒന്ന് കൊടുത്താൽ 9 മേടിക്കുന്നവനാണ് മൽക്കാട് സാബു, അറിയോ? ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. ഒരു കാര്യം അറിയാമോ? ഞാൻ കമ്പിയിലാണ് ഇരിക്കുന്നത്. ഞാൻ കമ്പിയിട്ടിരിക്കുവാണെന്ന്. നിങ്ങൾ കസേരയിരുന്നൂടെ? കസേരയിലിരുന്നൂടെ? നിങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത്? എടോ, എന്റെ ദേഹം മുഴുവൻ കമ്പിയിട്ടിരിക്കുകയാണ്. എതിരാളികൾ വന്ന് വടിവാളിന് വെട്ടിയാൽ എനിക്ക് ഏക്കരുതല്ലോ. കമ്പിയിൽ കൊണ്ട് സ്പാർക്ക് ചെയ്ത് തീ മാറും. അങ്ങനെ അവർ ഭയന്നോടും. മനസ്സിലായോളാ നിനക്ക്? മൽക്കാട് സാബുവിനോടാ കളി. ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. അല്ല അത് ഓക്കെ. ഈ ബൊക്കെ മാലയൊക്കെ ആയിട്ട് എന്താ വന്നെന്ന് മനസ്സിലായില്ല. എന്റെ അളിയനെ സ്വീകരിച്ചോണ്ട് പോകാൻ. അളിയനെ സ്വീകരിച്ചോണ്ട് പോകാനാ? അതിനൊരു കല്യാണ പരിപാടി വല്ലതും ആണോ അവിടെ നടക്കണേ? അതെ. എന്ത് പരിപാടി? അതിന്റെ നീയാക്കടെ അളിയനെ എവിടെയാ? തൊട്ടപ്പുറത്തിരിക്കുന്നു. ഏത്? ഞാനോ? സൂര്യനാട് നെൽസൺ. നെൽസൺ സൂര്യനാട് എന്റെ അളിയനാ. ആര് പറഞ്ഞു ഇയാളെ എന്റെ അളിയനാന്ന്? അറിയില്ല, മറന്നുപോയല്ലേ? എന്താ മറക്കുന്നേ? ഒന്ന് തിരിഞ്ഞു നോക്കി. ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ എങ്ങനെയാണ് എന്റെ അളിയനാണെന്ന് പറയുന്നത്? ഇടൂ, താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അതല്ലെന്ന്, കുറെ വർഷങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്താ കാര്യം? എന്തുവാ? 7 സിയിൽ പഠിച്ച എന്റെ പെങ്ങൾ കഞ്ചന. നിങ്ങളുടെ പെങ്ങള് കഞ്ചാവൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഡിഎണി അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി. ഇവരെന്താണ് ഈ പറയുന്നത്? എന്റെ പെങ്ങൾ കഞ്ചന എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പെങ്ങളുടെ പേരാണ് കഞ്ചന. ഓർമ്മയില്ല അല്ലേ? എനിക്കൊരു ഓർമ്മയില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കഞ്ചന. ഏതാണ് കഞ്ചന? ഹലോ മിസ്റ്റർ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ആളാണ് ഇതോ ഈ ഇരിക്കുന്ന ആള്. എന്നിട്ട് അവളെ പറ്റിച്ചു. ആര് പറ്റിച്ചെന്നാ? നിങ്ങൾ ഇത് കേൾക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഈ മാന്യദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എത്ര നാൾ വേണേലും കാത്തിരുന്നു, നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ഇപ്പൊ അവൾക്ക് 30 വയസ്സായി. 30 വയസ്സായി. നിങ്ങൾ കേൾക്കണം. മൂത്ത് ധരിച്ചു നിൽക്കാൻ. ഇവള് കല്യാണം കഴിച്ചിട്ട് വേണം 40 വയസ്സുള്ള എനിക്ക് കല്യാണം കഴിക്കാൻ. 40 വർഷമായിട്ട് മൂത്ത് നരത്ത് ഞാൻ മൂക്കെ കമ്പിയിട്ടേക്കാണ്. മൂക്കലാണോ കമ്പിയിടണേ? പല്ലല്ലേ കമ്പിയിടണേ? അതെ. മൂത്ത് നരച്ച് മൂക്കിൽ കൂടെ പല്ല് കളിച്ചു. ആ പല്ലിൽ കമ്പിയിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താടാ കാര്യം? ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കല്ലോ. എന്താ ആവശ്യമില്ലാത്ത കേസ് ഇട്ടുകൊണ്ട് എന്റെ അടുത്ത് വരരുത്. താങ്കൾ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പെങ്ങളെ താങ്കൾ കെട്ടണം. ഞാൻ കല്യാണം കഴിഞ്ഞ 2 പിള്ളേരുള്ള ഞാൻ ഇനി ആരെ കെട്ടുന്ന? 7ാം ക്ലാസ് വെച്ച് പറഞ്ഞ കാര്യമൊക്കെ ആരാ പറഞ്ഞത്? ഹലോ മാഷേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പെങ്ങളെ ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ വിളിക്കാം. കഞ്ചനെ, നീ എന്റെ നേരെ കടന്ന് ചാടിത്തുള്ളൂല്ലോ. ആയിരിക്കുന്നു, പോയി ചോദിക്ക. അച്യുതാനന്ദന് എടുക്കാൻ പോട്ടെ, മാലയും കൈ പിടിച്ചോണ്ട്. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കുള്ളതാണെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം എനിക്കുള്ളതാണെന്ന് നെൽസൺ അന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നാണാവുണ്ടല്ലേ? അന്നേരം പറഞ്ഞപ്പോ ഒരു നാണം ഉണ്ടായിരുന്നില്ലല്ലോ. 7ാം ക്ലാസ് വെച്ച് ഒരു തമാശ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? അത് ശരി, 7ാം ക്ലാസ്സിൽ തുടങ്ങിയ തമാശ 70 വയസ്സായിട്ട് നിർത്തിയില്ലേ താങ്കൾ? നിർത്തുന്നില്ല. സമാധാനം പറയുന്നില്ല. സമാധാനം പറ. എന്ത് സമാധാനം? നെൽസാ ഒന്നും പറയണ്ട. നെൽസൺ കെട്ടണം. അന്ന് ഞാൻ അളിയാന്ന് വിളിച്ച വാങ്ങണ്ട്. ഞാൻ വേറെ വല്ലതും വിളിച്ചാൽ പറഞ്ഞല്ലോ. അതിൽ അത്ര മുട്ടിങ്ങനെ അളിയാൻ പോയി കെട്ടളിയാ. എനിക്ക് വയ്യ. എനിക്ക് 2 പിള്ളേർ കൊണ്ട് ഞാൻ കല്യാണം അടിച്ച് മാറിക്കുന്നതാണ്. നെൽസൺ സംസാരിക്കില്ല. അത് കാലം ഒരു കാഴ്ച വസ്തുവാണ് അല്ലേ കഞ്ചന? കാഞ്ചനയല്ല, കഞ്ചന. നല്ല പാർട്ടിയൊക്കെ. അതെ, സംഗതി ഓക്കെയാണ്. അവൻ്റെ ലക്ഷണം കണ്ടിട്ട് നെൽസൺ
നിന്നെ കെട്ടുമെന്ന് തോന്നണില്ല. ഞാനാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കുന്ന ആളുവാ. ഞാനങ്ങ് പ്രേമിക്കാൻ തുടങ്ങിയാലോ? അറിയാം ബിനുവേട്ട, ബിനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് 1125 വട്ടം. ഞാൻ നെൽസനെ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു 3545 ഇരട്ടി നെൽസൺ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എത്രയായിന്ന് പറ ബിനുവേട്ടൻ, പറ. അപ്പനോട് പോയി പറ. അവള് വേണ്ടാത്ത കണക്ക് ഇല്ലാത്ത കണക്കൊക്കെ ഉണ്ടാക്കി വെച്ച് എന്നോട് കൂട്ടിത്തരാം. ഞാനടി കാൽക്കുലേറ്റർ ആണോ ഇത്രയും വലിയ കണക്കൊക്കെ കൂട്ടിത്തരാൻ? മതിയായല്ലോ നിനക്ക്. ഇങ്ങനെയുള്ള എന്റെ മനസ്സിൽ നിന്ന് നെൽസനെ മുറിച്ചു മാറ്റാൻ കഴിയോ ഇങ്ങക്ക്? പറ ബിനുവേട്ടൻ, പറ. തല നീ എന്തോടി എൻചോടി വായിച്ചു പഠിക്കണോ? നീ കാര്യം പറയാ. ഹലോ, 7ാം ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടാന്ന് കാര്യമല്ല. ആ കൊച്ചിന്റെ മനസ്സിൽ ആഴത്തില് അടുത്ത മുറിവേപ്പിച്ചിട്ടാണ് ഇയാൾ ഈ പൂക്കടയുടെ പുറകെ പോയി കാത്തിരിക്കുന്നത്. അപ്പൊ അതൊരു കാര്യം ചെയ്യാം. നെൽസൺ കെട്ടാത്ത ഒരു നിവൃത്തിയില്ല. ഞാൻ പരീക്ഷിച്ചിട്ട് രക്ഷയില്ല. നെൽസൺ കെട്ടിക്കോ. അതിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും എന്റെ കുടുംബം ജീവിതം തകർക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെൽസൺ കെട്ടിയേ പറ്റുള്ളൂ. അതെ 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 അല്ലേ, അങ്ങനല്ലേ വേണ്ടത്. അല്ല ആളുകൾ പറയുന്നത് അങ്ങനെ അതെ, ഭൂരിപക്ഷം ഞാൻ സമ്മതിച്ചു. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇല്ല, ഒഴിഞ്ഞു മാറുന്നില്ല. അതാ നല്ലത്. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ മാത്രം ഞാൻ കിട്ടാം. എന്ത് കണ്ടീഷൻ? ആ കുടുംബം തകർന്നോട്ടെ. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ കിട്ടിക്കോളാം. പറഞ്ഞാട്ടെ കേക്കട്ടെ. ശബരിമല അയ്യപ്പന് അതിനെ മാളികപ്പുറത്തമ്മ, അതെങ്ങനെയാണ് മാളികപ്പുറത്തമ്മേനെ കല്യാണം കിട്ടണമെങ്കിൽ നമ്മുടെ കന്യായപ്പന്മാർ അവിടെ ചെല്ലാതിരുന്നെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഒരു എഗ്രിമെന്റ് എനിക്ക് ചെയ്തു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. അത് ചെയ്തു കൊടുക്കണം. കാരണം എത്ര റിസ്ക് എടുക്കണ്ടല്ലോ പരിപാടിയല്ലേ. ഏത് കന്യായിപ്പനാണ് വരുന്നത്? അല്ല, കന്യായിപ്പനെ എനിക്ക് വേറെ എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ ഒന്ന് വെച്ചാൽ എഗ്രിമെന്റ് പറയാം. ഞാൻ എന്ന് തമാശ പറച്ചിൽ നിർത്തുന്നോ അന്ന് ഞാൻ കല്യാണം കഴിക്കും. ഉറപ്പാണ്. കേട്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല നേഴ്സ് എന്നെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ അണ്ണ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ച അയാൾ സമ്മതിക്കത്തില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇതെല്ലാം കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഓടി വരാം. അത് മാത്രമല്ല, പ്രത്യേകിച്ച് കല്യാണക്കുറി അടിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഓ ശരി ശരി, ഞാൻ അളിയനായിട്ട് ഒന്ന് കൂടിയിട്ടങ്ങ് വരാം. അളിയാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ അളിയൻ മറ്റേ എന്നാണ് നിർത്തുന്നേ? മറ്റേത് എന്താ ഉദ്ദേശിച്ചത്? അളിയൻ കോമഡി പരിപാടി നിർത്താന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അവളെ കെട്ടുന്നേ? എന്തോ കോമഡി പരിപാടി നിർത്തിയിട്ട് കോമഡി പരിപാടി നടത്തണമെങ്കിൽ എന്റെ ജീവൻ പോണം. ഞാൻ മൂത്ത് നരയ്ക്കാതെ സത്യം ഞാൻ എന്റെ കോമഡി പരിപാടി നടത്തത്തില്ല. അതുറപ്പാ. അയ്യോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലവളിപ്പോ പോയി പ്രസ്സിൽ പോയില്ല, അത് അടിക്കും. അതിന് മുമ്പ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. വാക്ക് പറഞ്ഞ നിന്നെ തേച്ചു.